പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്ത് അനുനയ നീക്കമാണ്? പാർട്ടിയുടെ നടപടികളെയും തെറ്റായ കാര്യങ്ങളെയാണ് ഒരു മുതിർന്ന നേതാവ് വിമർശിച്ചിട്ടുള്ളത്. അത് ഞാൻ അവർ പറയട്ടെ, അവർക്ക് അഭിപ്രായം. അവർ പല കാര്യത്തിലും അഭിപ്രായം പറയില്ലല്ലോ. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അവളോടൊപ്പമാണോ അവനോടൊപ്പമാണോ മുഖ്യമന്ത്രി? അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യാണ്. യഥാർത്ഥത്തിൽ എന്തൊരു നിലപാടാണ്! ചന്ദ്രനിലേക്ക് പോവുക, തിരിച്ചും വരിക പറഞ്ഞാൽ കപ്പ് ഉയർത്തി ആ കപ്പ് ഉടഞ്ഞു പോയോ? മുഖ്യമന്ത്രി ഇനി ആ കപ്പുമായിട്ട് വരരുത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ കപ്പുമായിട്ട് ഇനി വരരുത്. ആ കപ്പുമായിട്ട് വന്നാൽ അദ്ദേഹം അപഹാസ്യനാവും. ഈ ഒരു വിഷയത്തിൽ CPM-ഉം മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ്? എത്ര ഗൗരവതരമായ ഒരു ആരോപണം വന്നിട്ടെടുത്ത നിങ്ങൾ നോക്കിക്കോ. അത് കോൺഗ്രസ് ഒക്കെ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഒരു വിഷയം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും ഈ CPM എടുക്കുന്ന നിലപാടും. പണ്ട് ഇപ്പൊ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞത്. കുടുംബ പ്രശ്നമാണ് പണ്ടുണ്ടായത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇദ്ദേഹം ഇരിക്കുമ്പോൾ അന്ന് ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ അല്ല, പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഉമ്മൻചാണ്ടി രാജി ചോദിച്ചു വാങ്ങി. ഇപ്പോൾ ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അതേ കുടുംബ പ്രശ്നം എന്ന് പറയാണ്. എന്തൊരു ഇരട്ടത്താപ്പാണ്! CPM-നെ ബാധിച്ചിരിക്കുന്ന മൂല്യ തകർച്ചയാണ്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ നിലവാര തകർച്ചയും